ദി ഗ്രേറ്റ് വാൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഹോക്കി കളിക്കാരൻ പി ആർ ശ്രീജേഷിനെ പറ്റിയാണ് പറയാനുള്ളത്. ശ്രീജേഷിനെ നമുക്കൊക്കെ അറിയാം. ഇക്കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിയ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു. കഴിഞ്ഞ ഒളിമ്പിക്സിലും അദ്ദേഹം വെങ്കല മെഡൽ നേടിയ ടീമിലുണ്ടായിരുന്നു. അത് ടോക്കിയോയിലായിരുന്നു. അതിനു മുമ്പ് 3 ഏഷ്യൻ ഗെയിംസിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഒരു തവണ വെങ്കലമായിരുന്നു, 2 തവണ ഇന്ത്യക്ക് ഗോൾഡാണ് കിട്ടിയത്. പിന്നെ ഏഷ്യ കപ്പിലും ചാമ്പ്യൻസ് കപ്പിലും മറ്റ് പല കപ്പുകളിലും ഇദ്ദേഹം ഇന്ത്യയുടെ ഗോൾ വല കാത്തയാളാണ്. ഇന്ത്യയുടെ വിശ്വസ്തനായ കാവൽക്കാരനാണ് ശ്രീജേഷ്. ഇന്ത്യക്ക് കിട്ടിയ ഓരോ വിജയത്തിലും അദ്ദേഹത്തിൻ്റെ സ്റ്റിക്ക് വർക്ക് എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ചോരാത്ത കൈകൾ, അദ്ദേഹത്തിൻ്റെ തളരാത്ത മനോവീര്യം പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു എന്നുള്ളത് ആരും സമ്മതിക്കും. ഈ കേരളം പോലൊരു സ്ഥലത്ത് നിന്ന് ഒരു ഹോക്കി കളിക്കാരനുണ്ടായി ഒരു അത്ര എളുപ്പമല്ല. ഇവിടെ ഹോക്കി നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമല്ല. അതും ഈ കുന്നത്തുനാട് മണ്ഡലത്തിൽപ്പെട്ട കിഴക്കമ്പലം പോലത്തെ ഒരു പ്രദേശത്ത് നിന്ന്, എറണാകുളത്തു നിന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തു നിന്നൊക്കെ ആണെങ്കിൽ പിന്നെ മനസ്സിലാക്കാം. ഇതങ്ങനെയൊന്നുമല്ല. ഒരു കുഗ്രാമത്തിൽ നിന്ന് ഒരു ഹോക്കി കളിക്കാരനുണ്ടായി വരും. ഇയാൾക്ക് വലിയ പ്രോത്സാഹനം ലഭിച്ചത് അദ്ദേഹത്തിന് മാത്രമല്ല, ഈ ടീമിലെ എല്ലാ കളിക്കാർക്കും വലിയ പ്രോത്സാഹനം കിട്ടിയത് സത്യം പറഞ്ഞാൽ ഒഡീഷ ഗവൺമെൻറ്റിൽ നിന്നാണ്. ഒഡീഷ ഗവൺമെൻറ്റാണ്, പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കാണ് ഇന്ത്യൻ ഹോക്കി ടീമിനെ ഇന്ന് കാണുന്ന നിലയിലേക്ക് തിരിച്ച് കൈപിടിച്ച് ഉയർത്തിയത്. ധ്യാൻചന്ദിൻ്റെ കാലമൊക്കെ പണ്ടേ കഴിഞ്ഞു പോയി. ശ്രീജേഷിന് നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്ത് രാഷ്ട്രം ആദരിച്ചിട്ടുണ്ട്. പിന്നെ ഖേൽ രത്ന പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മറ്റ് പല പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഇന്ത്യ ഗവൺമെൻറ് പത്മഭൂഷൺ കൊടുത്ത് ആദരിക്കും എന്നാണ്. കാരണം അത്രയും നിസ്തുലമായ, അത്രയും പ്രശംസാർഹമായ ഒരു പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അപ്പോൾ ഇന്ത്യയുടെ വിജയത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു താരമാണ്, അല്ലെങ്കിൽ ഒരു കളിക്കാരനാണ്, ഒരു കായിക താരമാണ് പി ആർ ശ്രീജേഷ്. ഈ പി ആർ ശ്രീജേഷ് ഇവിടുന്ന് ഒളിമ്പിക്സിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ കേരള ഗവൺമെൻറ് ഒരു 5 ലക്ഷം രൂപ അദ്ദേഹത്തിന് തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചു. ആ രൂപ ഇതുവരെ കിട്ടിയിട്ടില്ല. ഒളിമ്പിക്സ് കഴിഞ്ഞു, അത് അതിൻ്റെ ഫയൽ സെക്രട്ടേറിയറ്റിൽ അവിടെ ഒരു സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ഒന്നുകിൽ കായിക വകുപ്പിൽ നിന്ന് ധനകാര്യ വകുപ്പിലേക്ക് പോയിട്ട് പിന്നെ അവിടുത്തെ ക്ലാർക്കന്മാർക്ക് സംശയം തീരാതെ ജോയിൻറ്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി പിന്നെ സെക്ഷൻ ഓഫീസർക്കും, പിന്നെ സെക്ഷൻ ഓഫീസർ P&ARDയിലേക്കും, P&ARDയിൽ നിന്ന് അത് മറ്റേ പൊതുഭരണ വകുപ്പിലേക്കും, പിന്നെ അവിടെ നിന്ന് അവൻ്റെ അമ്മായിയമ്മയുടെ ഓഫീസിലേക്കും അയച്ച് അതങ്ങനെ ഫയലുകൾ തട്ടി കളിച്ച് വരുമ്പോഴത്തേക്ക് എന്തിനു പറ്റും? ട്രിവാൻഡ്രത്ത് നിന്ന് ഈ ഫയൽ നീങ്ങി അത് കിഴക്കമ്പലത്ത് എത്തുമ്പോഴത്തേക്ക് ശ്രീജേഷിൻ്റെ മകളുടെ കല്യാണം നടത്തുന്ന സ്റ്റേജായിട്ടു. അപ്പോഴത്തേക്ക് കാശ് കിട്ടും. കാരണം സർക്കാർ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ. സന്നാഹങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ സന്നാഹം കഴിഞ്ഞു പോയി എന്നുള്ള കാരണത്താൽ കാശ് കൊടുക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ഇദ്ദേഹത്തിന് മാത്രമല്ല കേട്ടോ, ഈ കേരളത്തിൽ നിന്ന് പോയ എല്ലാവർക്കും 5 ലക്ഷം വെച്ച് പ്രഖ്യാപിച്ചു. ഒരാൾക്ക് പൈസ കിട്ടിയിട്ടില്ല എന്നുള്ള വേറെ കാര്യം. കാരണം നമ്മുടെ സർക്കാർ സംവിധാനം അങ്ങനെയാണ്. പിണറായി സഖാവിന് പറഞ്ഞിട്ട് കാര്യമില്ല. വേലുത്തമ്പി തളവയുടെ കാലം മുതലേക്ക് അജൂർ കച്ചേരിയിലെ കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് നടക്കുന്നത്. പോട്ടെ, അതങ്ങനെ നടക്കുമ്പോഴാണ് ഇപ്പോൾ ഇദ്ദേഹം ഈ ബ്രോൺസ് മെഡൽ നേടി തിരിച്ചു വന്നപ്പോൾ കേരള ഗവൺമെൻറ് പുള്ളിക്ക് 2 കോടി ഉറുപ്പിക പ്രഖ്യാപിച്ചു. എന്ന് മാത്രമല്ല തിരുവനന്തപുരത്ത് ഒരു വമ്പിച്ച സ്വീകരണം കൊടുക്കാനും ഉദ്ദേശിച്ചു. ശ്രീജേഷിൻ്റെ സ്വീകരണം എന്ന് പത്രത്തിലേക്ക് കൊടുത്തു. ഇദ്ദേഹം കേരള ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിലൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ സർക്കാർ വിളിച്ചാൽ പോകാതിരിക്കാൻ നിർത്തിയില്ല. എന്നെ പഠിപ്പിച്ചതും പരിശീലിപ്പിച്ചതും ഒക്കെ ഒഡീഷ ഗവൺമെൻറ്റാണ്, ഞാൻ അവിടെ നിന്ന് മേടിച്ചോളാം എന്ന് ശ്രീജേഷിന് പറയാൻ പറ്റില്ല. കാരണം വിദ്യാഭ്യാസ വകുപ്പിലൊരു ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹത്തിന് IAS കൊടുക്കണം എന്ന് ചില ആൾക്കാർ ആവശ്യപ്പെടുന്നത് കിട്ടും. ഇവർക്ക് IAS എന്തെന്ന് വല്ല പിടുത്തോണ്ടെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ആവട്ടെ, അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി പന്തലിട്ടു, കുരുത്തോല കീറി തൂക്കി, നാഗസ്വരം തകിലയൊക്കെ ഏർപ്പാട് ചെയ്തു. ഘോഷയാത്രയ്ക്ക് കുറച്ച് കുട്ടികളെയൊക്കെ സംഘടിപ്പിച്ചു. പിണറായി സഖാവ് ഇദ്ദേഹത്തിനെ ആദരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ചെറിയൊരു പ്രശ്നം, ഈ കായിക താരത്തെ ആദരിക്കേണ്ടത് സ്പോർട്സ് വകുപ്പല്ലേ എന്ന് സ്പോർട്സ് മന്ത്രി അബ്ദുറഹ്മാൻ ഒരു സംശയം. അതെങ്ങനെ ശരിയാവും? ഇയാൾ വിദ്യാഭ്യാസ വകുപ്പിലൊരു ഉദ്യോഗസ്ഥൻ തന്നെ അല്ലേ, എന്തൊരപ്പി, അത് വിദ്യാഭ്യാസ വകുപ്പല്ലേ ആദരിക്കേണ്ടത് എന്ന് ശിവൻകുട്ടി സഖാവിൻ്റെ ഒരു സംശയം. കാര്യം ശിവൻകുട്ടി സഖാവാണ്, എത്തപ്പൈക്കാരനായിരുന്നു, തിരുവനന്തപുരം മേയറായിരുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് ജയിച്ച MLAയും ഇപ്പം മന്ത്രിയുമാണ്. എന്നിരിക്കലും അബ്ദുറഹ്മാൻ ഒരു അബ്ദുറഹ്മാനാണ്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ വന്ന ആൾക്കാരുള്ളൂ എപ്പോഴും നിന്ന ആളെക്കാളും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. മാത്രമല്ല ഇദ്ദേഹം നേരത്തെ ചെന്നിത്തലയുടെ ഒരു അർത്ഥമായിട്ട് നടന്നതാണ്. ഇപ്പോൾ പിണറായി സഖാവിൻ്റെ അർത്ഥമായിട്ട് നടക്കുന്നു. വലിയ പൈസക്കാരനാണ്,
ബഡാ ബന്ദർ കച്ചവടക്കാരനാണ്, താനൂർ MLA ആണ്. ഇനിയിപ്പോൾ അഥവാ പുള്ളിക്ക് മുഖ്യ സ്ഥാനം കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം തിരിച്ച് കോൺഗ്രസ്സിലേക്ക് പോകാനും മടിക്കുകയില്ല. മഞ്ഞളാംകുഴി അലി പോയില്ലേ, അതുപോലെ വേണമെങ്കിൽ പോകാം. അല്ലെങ്കിൽ നമ്മുടെ കുരിശിങ്കൽ മനോജ് പോയാലോ, അബ്ദുള്ളക്കുട്ടി പോയ പോലെ പോവാം. ഇനി ഇവിടെ നിന്ന് വിട്ടിട്ട് BJPയിലേക്ക് വേണമെങ്കിൽ പോവാം. അങ്ങനെ അദ്രമാൻ ചാടിപ്പോകാതിരിക്കുകയും ചെയ്യണം. ശിവൻകുട്ടിയെ വിഷമിപ്പിക്കാനും പാടില്ല. അപ്പോൾ പിണറായി വിജയൻ ഒരു പണി ചെയ്തു. എന്താണിത്? ഈ സ്വീകരണം മാറ്റിവെക്കുക. ഇവർ തമ്മിലുള്ള മൂപ്പളമത്തർക്കം തീർന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിച്ചതിന് ശേഷം വേറെ ദിവസം നടത്താം എന്ന് തീരുമാനിച്ചു. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അതിലും വലിയ ബുദ്ധിമാന്മാരുള്ള അവർ ഒരു കാര്യം കണ്ടുപിടിച്ചു. ഈ സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ച ദിവസം എന്ന് പറയുന്നത് അഷ്ടമി രോഹിണിയാണ്. അന്ന് ട്രിവാൻഡ്രം നഗരത്തിൽ എമ്പാടും ഈ ശോഭായാത്രകൾ തന്നെ ആയിരിക്കും. അപ്പോൾ ശോഭായാത്ര കാരണം ഇയാളുടെ സ്വീകരണത്തിൻ്റെ ശോഭ കുറഞ്ഞു പോകും, അതുകൊണ്ട് വേറെ ദിവസത്തേക്ക് മാറ്റി എന്ന് അവർ തീരുമാനിച്ചു. പക്ഷേ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഈ വിവരം ശ്രീജേഷിനെ വിളിച്ച് പറയാൻ മറന്നുപോയി. ശ്രീജേഷ് അറിഞ്ഞില്ല. ശ്രീജേഷിൻ്റെ അച്ഛനും അമ്മയും ഭാര്യയും മകളും മകനും എല്ലാം കൂടി ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സന്തോഷ സമയത്ത് ട്രിവാൻഡ്രത്ത് വന്ന് ഇറങ്ങിയപ്പോഴാണ് വിവരം വരുന്നത്. ആട് കിടക്കുന്നിടത്ത് പൂട പോലുമില്ല. സ്വീകരണം മാറ്റിവെച്ചു. എന്തൊക്കെ മാറ്റി ആവും ആർക്കും അറിയില്ല. മാറ്റിയിട്ടുണ്ട് ഏതെങ്കിലും സമയത്ത്. ഇനി ചിങ്ങമാസം കഴിഞ്ഞ് കന്നിമാസത്തിലോ തുലാമാസത്തിലോ എപ്പോഴെങ്കിലുമൊക്കെ നടത്തും. അത് വരെ കാത്തിരുന്നാൽ മതിയാവുള്ളൂ. വേറെ വല്ല മാർഗമുണ്ടോ? ശ്രീജേഷനും ഭാര്യയും കുട്ടികൾക്കും കൂടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുതു. അത് കഴിഞ്ഞ് പഴവങ്ങാടി ഗണപതിക്ക് നാളികേരം ഉടച്ചു. അത് കഴിഞ്ഞ് ഭാര്യയും മകളും കൂടി ആറ്റുകാല അമ്മച്ചിയെ പോയി കണ്ട് തൊഴുത് പ്രസാദങ്ങൾ വായിച്ച് തിരിച്ചു വന്നു. അപ്പോഴാണ് നമ്മുടെ സുരേഷ് ഗോപി വിവരം അറിഞ്ഞ് ഇങ്ങനെ 3-4-5 ആത്മാക്കളിങ്ങനെ ട്രിവാൻഡ്രത്ത് കൂടി തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ് ഗതികിട്ടപ്രേതങ്ങളായിട്ട്. ഉടനെ പുള്ളി വീട്ടിൽ വിളിച്ച് ഒരേ ഓരോരുത്തർക്കും ഒരേ ഇലയിട്ട് കാളൻ ഓലൻ അവിയൽ സാമ്പാർ എല്ലാം കൂട്ടി ശാപ്പാട് കൊടുത്തു. അത് കഴിച്ച് ശ്രീജേഷ് ഇദ്ദേഹം സിനിമാ നടനാണല്ലോ. അവ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു, സെൽഫി എടുത്തു. കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമായി. പിണറായി വിജയൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കുന്നതിൽ ആർക്കും പ്രത്യേകിച്ച് ഒരു കൗതുകമില്ല. കാര്യം സുരേഷ് ഗോപി കേന്ദ്രത്തിൽ വെറും സഹമന്ത്രിയാണെങ്കിലും കുട്ടികളുടെയൊക്കെ മനസ്സിലുള്ളത് കമ്മീഷണർ ഭരത് ചന്ദ്രൻ IPS ഇങ്ങനെയൊക്കെയുള്ള വീരശൂര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച സിനിമാ നടനാണ്. അപ്പോൾ സിനിമാ നടൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത ചാരിതാർത്ഥ്യത്തോടുകൂടി കുട്ടികളും ശ്രീജേഷിൻ്റെ ഭാര്യയും അമ്മയും അച്ഛനും എല്ലാവരും സന്തോഷ സമേതം അടുത്ത ട്രെയിനിൽ കയറിയിട്ട് വീണ്ടും എറണാകുളത്തേക്ക് പോയി. ആലുവയിലായിരിക്കും മിക്കവാറും ഇറങ്ങിക്കാണുക. കാരണം കിഴക്കമ്പലത്തേക്ക് പോകാനായിട്ട് ആലുവയാണ് ഏറ്റവും അടുത്ത സ്റ്റോപ്പ്. അങ്ങനെ അവർ തിരിച്ച് വീണ്ടും കിഴക്കമ്പലത്ത് എത്തി എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യം. 5 ലക്ഷവും കിട്ടിയില്ല, 2 കോടിയും കിട്ടിയില്ല. അത് ഏതെങ്കിലും കാലത്ത് കിട്ടിയാൽ കിട്ടി എന്നേ പറയാൻ പറ്റുള്ളൂ. കിട്ടും, കിട്ടാതിരിക്കില്ല. പക്ഷേ ഈ സർക്കാരിൻ്റെ സ്വീകരണം അതിഭയങ്കരമായി പോയി. ഇതുപോലൊരു സ്വീകരണം ഒരു കായിക താരത്തിനും ഒരു സംസ്ഥാനത്തും കിട്ടിക്കാണില്ല. കാരണം കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രിയോറിറ്റി എന്ന് വെച്ചാൽ ഭയങ്കരമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഹരിയാനയിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചാബിൽ നിന്നോ ഒഡീഷയിൽ നിന്നൊക്കെ മെഡൽ കിട്ടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ആദരവല്ല കേരളത്തിൽ കൊടുക്കുക. അവിടെ ആളുകൾ ഈ കായിക താരങ്ങളെ വിളിച്ചു വരുത്തി പട്ടിവാതുക്ക വാ പൂച്ചവാതുക്ക വാ എന്ന് പറഞ്ഞ് ഇവരെ നടത്തി നരകിപ്പിച്ച് അവനെ പറഞ്ഞു വിടും. ഇവൻ എന്തൊരു കലാകാരനടെ കായിക താരമടെ ഇവരൊക്കെ എന്തിരി ഈ ഗ്വാളി എന്നൊക്കെ പറഞ്ഞ് എന്തിരി കളി അതൊക്കെ എന്തിരി വല്ല ഇതൊക്കെ എന്തിരി എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടും. ഇതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും ശ്രീജേഷിനെ അഭിനന്ദിക്കുന്നു. ഇതുപോലൊരു സ്വീകരണം കേരള ചരിത്രത്തിൽ ഒരു കായിക താരത്തിന് കിട്ടിക്കാണില്ല എന്ന് ഞാൻ വിചാരിക്കും. ഇതിപ്പോൾ വെള്ളാപ്പള്ളി നടേശനാണ് പറഞ്ഞെങ്കിൽ ഇതിന് വേറെ രീതിയിൽ പറഞ്ഞത്. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, തൽക്കാലം അവസാനിപ്പിക്കുന്നു. ലാൽ സലാം. പിണറായി സഖാവേ, നമ്മുടെ കായിക താരങ്ങളെയൊക്കെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കണേ, ഇതൊരു തുടക്കമായിട്ട് മാത്രം കരുതണേ എന്ന് മാത്രം പറയുന്നു. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.